ജീവിതത്തിലെ സമ്പത്ത് വേണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ സമ്പത്ത് വേണമെന്ന് ആഗ്രഹമുള്ള ആളല്ലേ? അതെ. കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ വെറുതെ സമ്പത്തിന് പകരം വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, അല്ലേ? സമ്പത്തിന് സമ്പത്ത് തന്നെ വേണം. ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ സമ്പത്ത് തന്നെ വേണം. അല്ലാതെ കുറെ വേറെ കാര്യങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കാര്യമില്ല. പൈസയ്ക്ക് പൈസ തന്നെ വേണം, അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ 10 മിനിറ്റിൽ നമ്മൾ പറയുന്നത് സമ്പാദ്യത്തിൻ്റെ ഒഴുക്ക് നമ്മിലേക്ക് കടന്നു വരാൻ. മനസ്സിലാകുന്നുണ്ടോ? സമ്പാദ്യത്തിൻ്റെ ഒഴുക്ക് നമ്മിലേക്ക് കടന്നു വരാൻ 3 പവർഫുൾ ആയിട്ടുള്ള വഴികളാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. ഒരു വഴി എന്ന് പറയുന്ന ഒരു സൂറത്താണ്. രണ്ടാമത്തത് ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ. മൂന്നാമത്തത് ഒരു ദിക്റാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഉറപ്പായിട്ടും നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കിക്കോളൂ. സമ്പത്ത് വരുന്ന വഴി നമുക്ക് പോലും അറിയില്ല, അള്ളാഹു തആല ഉറപ്പായിട്ടും എത്തിച്ചേരും. ഒരുപാട് പേർക്ക് അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ പറയാൻ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ടുതരും. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് എത്തിച്ചേരും. ഇതിൽ സംശയമില്ലാത്ത കാര്യമാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ വസിയത്തുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മയൊക്കെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മയൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സകല അനുഗ്രഹങ്ങളും ആലോചിച്ചുകൊണ്ട് ഒരു ഹംദ് പറയൽ വലിയ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മജ്‌ലിസ് കൊണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു ഗുണം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ട് നല്ലതുപോലെ എല്ലാ നിഅമത്തുകളും മനസ്സിൽ കൊണ്ടുവന്ന് ഒരു അൽഹംദുലില്ലാ എന്നൊന്ന് പറഞ്ഞ് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ ഹംദിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണല്ലോ സമ്പത്ത്, പൈസ എന്നൊക്കെ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് ഇത് ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ വെറും അലങ്കാരം മാത്രമാണ് എന്നാണ്. ശരി തന്നെയാണ്. പക്ഷേ ദുനിയാവിൻ്റെ ജീവിതത്തിൽ ഒന്ന് ജീവിച്ചു പോകണമെങ്കിൽ ഇന്നത്തെ കാലത്ത് സമ്പത്തില്ലാതെ ഒന്നും നടക്കൂല. പലരും ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നത് തന്നെ ഈ സമ്പത്തില്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ്. ചില ആളുകളുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നില്ല. കാര്യം എന്താ? സമ്പത്തില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ, ഒരു ഖുർആൻ സൂറത്തും ഒരു ഖുർആൻ സൂറത്ത്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഒരു ദിക്റും, മൂന്നാമത്തത് ഇസ്മാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. അള്ളാഹു നമ്മയൊക്കെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് തന്നെ ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ പേര് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം. സൂറത്തുൽ മുസമ്മിൽ എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വൻഖുസ് മിൻഹു ഖലീലാ. അല്ലാഹുവിൻ്റെ ഖുർആനിൽ ശുദ്ധമാക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. ദിവസവും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക. എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത്? ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യുക. സമ്പത്ത് കുന്നുകൂടുന്നത് കാണാൻ പ്രിയപ്പെട്ടവരെ. പാരായണം ചെയ്യുമ്പോൾ ഇഖ്ലാസോടെ, ആത്മാർത്ഥതയോടുകൂടി പാരായണം ചെയ്യണം. ചില മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ മുസമ്മിൽ 3 പ്രാവശ്യം ഓതുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് കഴിയെങ്കിൽ 3 പ്രാവശ്യം തന്നെ ഓതു പ്രിയപ്പെട്ടവരെ. ഇനി ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മുടങ്ങാതെ ബസ് ഓതുക. ചില ആളുകൾക്ക് ഇങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ആണ് ഖുർആനൊക്കെ ഓതാൻ. അങ്ങനെയുള്ളവർക്ക് 3 പ്രാവശ്യം ബുദ്ധിമുട്ടില്ല എങ്കിൽ 3 പ്രാവശ്യം തന്നെ ഓതാം. ഖുർആൻ എത്ര ഓതിയാലും മടുക്കില്ലല്ലോ പ്രിയപ്പെട്ടവരെ, അല്ലേ? ഖുർആൻ എത്ര ഓതിയാലും മടുക്കില്ല. അതുകൊണ്ടാണ് ശൈത്താൻ ഖുർആൻ ഓതുന്ന ആളുകളെ ശല്യപ്പെടുത്തുന്നത്. ഉറക്കം വരാത്ത ആളുകൾ ഖുർആൻ ഓതണമെന്ന് തമാശയ്ക്ക് പണ്ടുള്ളവർ പറയാറുണ്ട്. കാര്യം എന്താ? ഉറക്കമില്ലാത്ത ആളുകൾ ഖുർആൻ ഓതിയ ഉറക്കം വരുത്തും. ആര്? ശൈത്താൻ ഉറക്കം വരുത്തും, എന്നിട്ട് കിടത്തി ഉറക്കും. ഉറക്കം വരുത്താനുള്ള ഒരു മരുന്നാണ് ഖുർആൻ പാരായണം ചെയ്യലെന്ന്
തമാശ രൂപയുടെ പണ്ടുള്ളവർ പറയാറുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഒന്നാമത്തെ സൂറത്തുൽ മുസമ്മിലാണ്, ദിവസവും പാരായണം ചെയ്യുക, 1 അല്ലെങ്കിൽ 3 പ്രാവശ്യം. ഇനി രണ്ടാമത്തത് ഒരു ദിക്റാണ്, ഹൗക്കല ദിക്ർ. നമ്മളൊക്കെയും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഹൗക്കല ദിക്ർ. എന്താണ് ഹൗക്കല ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. പുണ്യമാക്കപ്പെട്ട ഹൗക്കല ദിക്ർ. ഈ ദിക്ർ കൊണ്ട് നേടാൻ കഴിയാത്ത ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ഈ ദിക്ർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിച്ച ദിക്ർ ഇതാണ്. ഈ ഹൗക്കല ദിക്ർ ദിവസവും ഒരു 100 പ്രാവശ്യം, കഴിയുമെങ്കിൽ ഒരു 1000 പ്രാവശ്യം ചൊല്ലിക്കും. നല്ലതാണ്, എത്ര ചൊല്ലിയാലും നല്ലതാണ്. എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുമല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ആത്മാർത്ഥമായി ചൊല്ലിക്കോ പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ 1000 ചൊല്ലിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം തരട്ടെ. അതുപോലെ മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഇസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പുണ്യമാക്കപ്പെട്ട ഒരു ഇസ്മാണ്. ഈ ഇസ്മിനെ മുറുകെ പിടിക്കുന്നവർക്ക് വലിയ കൂലി കിട്ടും. അതുപോലെ അള്ളാഹു ഐശ്വര്യവാനാക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ഏതാണ് ഇസ്മ? അള്ളാഹുവിൻ്റെ പുണ്യമാക്കപ്പെട്ട 99 നാമങ്ങളിൽപ്പെട്ട യാ ഗനി എന്ന് പറയുന്ന ഇസ്മ. യാ ഗനി, ഐശ്വര്യവാൻ, ഐശ്വര്യം നൽകുന്നവനായ റബ്ബ്. യാ ഗനി. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മിനെ എത്ര പ്രാവശ്യം മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അത്രയേറെ അത്യാവശ്യമുള്ള ആളുകളാണെങ്കിലേ സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒറ്റ ഇരുത്തത്തിൽ തന്നെ മറ്റൊന്നിലും ഇടപെടാതെ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് ഈ യാ ഗനി എന്ന് പറയുന്ന ഇസ്മിലും മുഴുകി 12000 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ, എത്ര പ്രാവശ്യം? 12000 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള സമയത്ത് ആവശ്യമായ അളവിൽ അല്ലാഹു തആല സമ്പത്ത് എത്തിച്ചു തരുന്നതാണ്. യാ ഗനിയ്യു യാ ഗനിയ്യു യാ ഗനിയ്യു. വളരെ എളുപ്പത്തിൽ ചൊല്ലാം. നമ്മൾ 12000 എന്നൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നും. പക്ഷേ ഇങ്ങനെ ഇരുന്നാൽ നമുക്കൊരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഒന്ന് ചൊല്ലി തീർക്കാൻ കഴിയും. 3/4 മണിക്കൂർ മതിയാകുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അത്രയേറെ സമയം ചുരുക്കി നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാം 12000 പ്രാവശ്യം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരൂലേ? ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് ഉറപ്പായും കൊണ്ടുവരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പാദ്യത്തിൻ്റെ എല്ലാ വാതിലുകളും നമുക്ക് തുറന്നു കിട്ടും. സമ്പത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും അള്ളാഹു തആല മാറ്റി നമ്മിലേക്ക് പൈസ വരാനുള്ള എല്ലാ വഴികളും അള്ളാഹു തുറന്ന് അള്ളാഹു എത്തിച്ചു തരുന്നതാണ്. അള്ളാഹുവിൻ്റെ ഖജനാവ് പ്രവിശാലമാണ്. അത് നമുക്ക് എത്ര ചിന്തിച്ചാലും ഒരു മനുഷ്യൻ്റെ ചിന്താമണ്ഡലം കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്ര വലിയ ഖജനാവാണ്. ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാര അത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഏറ്റവും വലിയ സമ്പാദ്യമുള്ളത്. ആ റബ്ബിനെ ഇതൊക്കെ ചൊല്ലി നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അതിൽ നിന്നൊരു വിഹിതം നമുക്ക് തരും, ഉറപ്പായിട്ടും തരും. അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു നമ്മയൊക്കെയും ജീവിതത്തിൻ്റെ എല്ലാവിധ ഖൈറിൻ്റെ വാതിലുകളും നമുക്ക് അള്ളാഹു തുറന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനുകളിൽ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. അള്ളാഹു പടച്ചതമ്പുരാൻ അവരുടെ എല്ലാവിധ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ, രോഗങ്ങൾ ശിഫയാക്കട്ടെ, കടങ്ങൾ അള്ളാഹു വെട്ടിക്കൊടുക്കട്ടെ, കഷ്ടതകൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. അവരൊക്കെയും അള്ളാഹു ആവശ്യത്തിന് സമ്പത്ത് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ റിസ്ഖിൽ ബറക്കത്ത് ചെയ്യട്ടെ, ജോലികളിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് ഉമ്മമാർ, അള്ളാഹു ആ ഉമ്മമാർക്ക് മനസ്സിന് റാഹത്ത് കൊടുക്കട്ടെ, ക്ഷമിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ. ഈ പരീക്ഷണങ്ങളിൽ അടിപതറാതെ, ആത്മഹത്യ പോലുള്ള ഫിത്നകളിൽ പെടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും അതിമഹത്തായ തൗഫീഖ് പടച്ചതമ്പുരാൻ അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.